വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓണം വെക്കേഷന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റായിട്ട് തന്നെ ഞാൻ ഓണം ഫോട്ടോഷൂട്ടാണ് ചെയ്തത്. എനിക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് സാബുങ്കളാണ്. കൂടെ ഹെൽപ്പിനായിട്ട് ഷിനിച്ചേട്ടനും ഉണ്ടായിരുന്നു. സാബുങ്കളിനെ എനിക്ക് കുഞ്ഞിലെ മുതൽ അറിയാവുന്നതാണ്. ഒരു 4th സ്റ്റാൻഡേർഡ് മുതൽ സാബുങ്കളാണ് എനിക്ക് മേക്കപ്പ് ചെയ്തതും എല്ലാം. മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. സാബുങ്കൾ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ്. അതിന് ശേഷമാണ് ഞങ്ങൾ നേരെ ഫോട്ടോഷൂട്ടിനായിട്ട് ലൊക്കേഷനിലേക്ക് പോയത്. മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി, കുറച്ചധികം ലേറ്റായി. അതുകൊണ്ട് ലൈറ്റൊക്കെ പോകാൻ തുടങ്ങി. അതിന് മുമ്പായിട്ട് ഞങ്ങൾ വേഗം ലൊക്കേഷനിൽ എത്താൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റേഴ്സ് എവേ ആണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. അപ്പം ഫസ്റ്റ് 3:30ക്ക് എത്താമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾ നല്ല ലേറ്റായി, എത്തിയപ്പോൾ 5:30 ആയി. ഇനി ബാക്കി നമുക്ക് ലൊക്കേഷനിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി. ഈ ലൊക്കേഷൻ വന്നിട്ട് വെസ്റ്റ് ഫോർട്ടിലാണ് ഉള്ളത്. എനിക്ക് ഈ ഒരു വീട് റെഡിയാക്കി തന്നത് പത്മകുമാർ അങ്കിളാണ്. ഇതാണ് പത്മകുമാർ അങ്കിളിനെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആൻറ്റീനെ അങ്കിളിനെയും. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് കണ്ടവർക്ക് എല്ലാവർക്കും അവരെ അറിയാമെന്നുള്ളതായിരിക്കും. എനിക്ക് ഈ ഒരു വീട് ഷൂട്ടിനായിട്ട് തന്ന സജിത്ത് അങ്കിളിന് ഞാൻ എൻ്റെ ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. താങ്ക് യു അങ്കിൾ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വീടായിരുന്നു അത്. ഒരു ട്രഡീഷണൽ മോഡലിൽ ഉള്ള ഫർണിച്ചേഴ്സും എല്ലാമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു തന്നത്, ഫോട്ടോസും റീൽസും എല്ലാം എടുത്തു തന്നത് ശ്രീജിത്തേട്ടനാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ മംഗളത്തിൽ വർക്ക് ചെയ്ത ശശി അങ്കിളിൻ്റെ മോനാണ് ഈ ശ്രീജിത്തേട്ടൻ. അപ്പോൾ ചേട്ടൻ വളരെ കൂളായിട്ടാണ് എനിക്ക് ഫോട്ടോസും എല്ലാം എടുത്തു തന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര ഫ്രീ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു ഇത് ചെയ്യുന്നത്. പക്ഷേ ചേട്ടൻ്റെ ആ ഒരു ബിഹേവിയർ കൊണ്ടാവും ഞാൻ ഭയങ്കര കൂളായിട്ടാണ് നിന്നതും എല്ലാം. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം ആ വീട്ടിൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫാമിലി ഫോട്ടോസും പിന്നെ എൻ്റെ ഫോട്ടോസും എല്ലാമാണ് ഞങ്ങൾ അന്ന് എടുത്തത്. അപ്പം ഞാൻ ആ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വീടെല്ലാം പൂട്ടി നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. ഓണം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കായിരുന്നു റോഡിലെല്ലാം. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. എൻ്റെ വലിയച്ഛൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് ആയിരുന്നു. അതുകൊണ്ട് ഹരിപ്പാട് വരെ പോകണമായിരുന്നു. ഉത്രാടം ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അജിത്തേട്ടനെ ഞങ്ങൾ വിളിച്ചിരുന്നു. എൻ്റെ പ്രീവിയസ് വ്ളോഗ്സ് കണ്ടവർക്ക് അജിത്തേട്ടനെ അറിയായിരിക്കും. എനിക്ക് കാറിൽ കയറിയ ഹെഡേക്ക് ഉണ്ടാവും. അതുകൊണ്ട് അച്ഛൻ എനിക്ക് മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലേക്ക് എത്തി. ദെൻ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. നെക്സ്റ്റ് ഡേ തിരുവോണം ആയതുകൊണ്ട് തന്നെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ്ങും ഉണ്ട് ഓണത്തിനായിട്ടുള്ള. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പൂ വാങ്ങാനാണ് ഇറങ്ങിയത്. നെക്സ്റ്റ് ഡേ തിരുവോണത്തിന് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടാണ് പൂ വാങ്ങിയത്. ഹരിപ്പാട് കഴിഞ്ഞ് കുറച്ച് എത്തിയപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ പൂ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ അവിടെ ഇറങ്ങി പൂവൊക്കെ അത്യാവശ്യം വാങ്ങി. പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിന് ഞങ്ങൾക്ക് പൂവെല്ലാം കിട്ടി.
അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം എത്തി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ബ്ലോക്കും കാര്യങ്ങളും ഇല്ലായിരുന്നു റോഡിൽ. ഞങ്ങൾക്ക് ദെൻ ലുലു മോളിലാണ് കയറാനുണ്ടായിരുന്നത്. ലുലു മോളിൽ ഞങ്ങൾ കുറച്ച് അച്ചാർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടുത്തെ അച്ചാർ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റുള്ള അച്ചാറാണ്. ഒരുപാട് പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും അവർ ആഡ് ചെയ്യാത്ത അച്ചാറാണ്. എനിക്കതിൽ ഏറ്റവും ഫേവറേറ്റ് ഇഞ്ചി കൊണ്ടുള്ള അച്ചാറാണ്. നിങ്ങളും വൺസ് ലുലുവിൽ പോകുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ. ബട്ട് ലുലുവിൻ്റെ അകത്ത് ഭയങ്കര ക്രൗഡായിരുന്നു. ഞങ്ങൾക്ക് പാർക്കിംഗ് തന്നെ വളരെ ഡിഫിക്കൾട്ടായിരുന്നു. ഒത്തിരി ടൈം എടുത്തിട്ടാണ് പാർക്കിങ്ങിനായിട്ടൊരു സ്പേസും ഒക്കെ കിട്ടിയത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മോളിൻ്റെ ഉള്ളിലും ഒരുപാട് ക്രൗഡഡ് ആയിരുന്നു. അവർ ഓണം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു 2 സൈഡിലും. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞാൻ കോട്ടൺ ക്യാൻഡി ഫ്ലേവറാണ് കഴിച്ചത്. അമ്മ ചോക്ലേറ്റ് വിത്ത് ബ്രൗണിയോ എന്തോ ആയിരുന്നു കഴിച്ചത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അതിൻ്റെ പേര്. ഞങ്ങളങ്ങനെ വേഗം വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ പൊങ്കാലയുണ്ട്. സോ നെക്സ്റ്റ് ഡേ പൊങ്കാലയ്ക്കുള്ള പ്രിപ്പറേഷൻസാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. അപ്പം അന്ന് അമ്മ നേർന്നതാണ് ഈ ഒരു പൊങ്കാല. വെള്ളായണി ദേവീക്ഷേത്രത്തിലാണ് ഈ പൊങ്കാല ഞങ്ങൾ നേർന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഹെൽപ്പിനായിട്ട് സിന്ധു ആൻറ്റി വന്നിരുന്നു. സിന്ധു ആൻറ്റിയെ ഞാൻ കഴിഞ്ഞ വ്ളോഗ്സിലെല്ലാം മെൻഷൻ ചെയ്തിരുന്നു. ഞാൻ കാണിച്ചു തരാമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് സിന്ധു ആൻറ്റി. അപ്പം ഞങ്ങൾക്ക് പൊങ്കാലയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കൊതുമ്പും ചൂട്ടും ഒക്കെ അറേഞ്ച് ചെയ്ത് തരുകയാണ്. പണ്ട് ഞങ്ങൾ പത്മകുമാർ അങ്കിളിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ടൈമിൽ സിന്ധു ആൻറ്റി അവിടെ ആൻറ്റി ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ എന്നെ വളർത്തിയതെന്ന് തന്നെ പറയാം. ഏറെക്കുറെ സിന്ധു ആൻറ്റിയും എല്ലാവരും കൂടെയാണ്. സിന്ധു ആൻറ്റി വരുമ്പോഴേ ഒരു പോസിറ്റീവ് വൈബും ഒക്കെയാണ്. ഞങ്ങളങ്ങനെ കാറിലാണ് വെള്ളായണി വരെ പോയത്. ഞങ്ങൾക്ക് അടുത്ത് തന്നെയാണ് വെള്ളായണി ക്ഷേത്രം. പക്ഷേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് കാറിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. സിന്ധു ആൻറ്റിയുടെ മോള് ഇതാണ് വൃന്ദ ചേച്ചിയെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. എപ്പം ഞങ്ങൾക്ക് പൊങ്കാലയ്ക്കും അല്ല എന്താവശ്യം ഉണ്ടെങ്കിലും സിന്ധു ആൻറ്റിയുടെ ഓടിയെത്തുന്നത്. അങ്ങനെ ഭംഗിയായിട്ട് ഞങ്ങൾ പൊങ്കാലയ്ക്ക് ഇട്ടു. അതിനുശേഷം നടക്കി കൊണ്ടുവച്ചു നേദിക്കാനായിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇറങ്ങി വരുന്നവർക്കെല്ലാം ഞങ്ങൾ പായസം കൊടുത്തു. ഇതിൻ്റെ നെക്സ്റ്റ് ഡേ എനിക്ക് അടുത്ത ഒരു പ്രോഗ്രാമുണ്ട്. എൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാമാണുള്ളത്. അപ്പം ഞാൻ അതിനായിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന മാഷിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് മേക്കപ്പ് ചെയ്തത് രതീഷ് മാഷാണ്. മാഷ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത്. എൻ്റെ ഈ പ്രോഗ്രാം നടക്കുന്നത് പ്രേം നസീർ സുഹൃത്ത് സമിതി എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻകാരാണ് എന്നെ പ്രോഗ്രാം ചെയ്യാനായിട്ട് വിളിക്കുന്നത്. മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടാണിത്. അപ്പം നിറയെ ഫോട്ടോസൊക്കെ മാഷ് എടുത്തു.
അത് ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്തേക്കാം മാഷെടുത്ത ഫോട്ടോസ്. ഇതൊക്കെയാണ് മാഷെടുത്ത ഫോട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എൻ്റെ കയ്യിൽ അൾട്ടയും പിന്നെ ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സ്പൂണൊക്കെ കൊണ്ടിട്ടാണ് കഴിക്കുന്നത്. അതോടൊപ്പം മാഷും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വേഗം ഞങ്ങളുടെ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഹസൻ മരക്കാർ ഹാളിലാണ് പ്രോഗ്രാം നടന്നത്. എൻ്റെ ഈ പ്രോഗ്രാം കാണാനായിട്ട് പത്മകുമാർ അങ്കിളും താരാൻ്റിയും വന്നിരുന്നു. അതോടൊപ്പം തന്നെ അങ്കിളുടെ ഒരു ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ഉണ്ണി അങ്കിളും വന്നിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആയിരുന്നു അങ്കിള് വന്നത്. എൻ്റെ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അങ്കിള് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്ന അങ്കിളിനോട് ഒരു ബിഗ് താങ്ക്സ്. അവിടെ ഗസ്റ്റായിട്ട് വന്നിരുന്നത് ശ്രീമതി കലാമണ്ഡലം വിമല ടീച്ചറും അതോടൊപ്പം തന്നെ റിനൗണ്ട് ആയിട്ടുള്ള ആക്ടർ MR ഗോപകുമാർ സാറുമായിരുന്നു. അവരുടെ ബ്ലെസ്സിങ്സോട് കൂടിയാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറിയത്. ആസ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു നിലയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവരുടെ മുൻപിൽ പെർഫോം ചെയ്യുക എന്നുള്ളത്. അപ്പം അതിൻ്റെ കോർഡിനേറ്റേഴ്സ് എന്നെ പറ്റി ഇൻട്രൊഡക്ഷൻ പറയാണ്. ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് പ്രോത്സാഹനങ്ങളും അവാർഡുകളും വാങ്ങിക്കിട്ടിയ ഒരു നല്ലൊരു നർത്തകിയാണ്. ഒരുപാട് വേദികളിൽ മികവാർന്ന നൃത്ത പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ വാർത്താമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഒരു നർത്തകിയാണ് അനന്തരി. ഒരു സജീവ സന്തത സഹചാരി. ഞാൻ എൻ്റെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഗസ്റ്റുകളെല്ലാം അവർ സ്റ്റേജിൽ ഇരുത്തി. സൂര്യകൃഷ്ണമൂർത്തി സാറും അതിനോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു. അവരുടെയൊക്കെ പ്രസംഗത്തിന് ശേഷം എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഏറ്റുവാങ്ങി. അതിനുശേഷം എനിക്കൊരു വലിയ ഭാഗ്യമുണ്ടായി. കലാമണ്ഡലം വിമല ടീച്ചറുമായിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റി. ദെൻ ഞങ്ങൾ കുറച്ച് പ്രോഗ്രാംസ് എല്ലാം കണ്ട് നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.